ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ജനുവരി 4 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ജെഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും നൽകാൻ ശ്രമിക്കുന്നത്. നമ്മളെന്നും കറണ്ട് അഫേഴ്സിന് വേണ്ടി സമയം ചെലവഴിക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊരു പരീക്ഷയിലും എവിടെയും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇന്ന് ജനുവരി 4 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഇന്ത്യാസ് ഫസ്റ്റ് കോസ്റ്റ് ലൈൻ വേർഡേഴ്സ് ബേർഡ് സെൻസസ് ബിഗാൻ ഇൻ ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ തീരദേശ ബേർഡേഴ്സ് പക്ഷി സെൻസസ് ഗുജറാത്തിൽ ആരംഭിച്ചു. ഇപ്പോൾ ഗുജറാത്തിലെ ദ കോസ്റ്റ് ലൈൻ വേർഡേഴ്സ് ബേർഡ്, വേർഡേഴ്സ് എന്നാൽ ഇത് തീരദേശത്ത് കാണുന്ന പക്ഷികളെയാണ് ദ കോസ്റ്റ് ലൈൻ വേർഡേഴ്സ് ബേർഡ് എന്ന് പറയുന്നത്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. രാജ്യത്തെ ആദ്യത്തെ തീരദേശ പക്ഷികളുടെ സെൻസസ് നടത്തുന്ന സംസ്ഥാനം ഗുജറാത്ത്. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സെൻസസ്, അത് കോസ്റ്റൽ ആൻഡ് വേർഡർ ബേർഡ്സിനെ കുറിച്ച്, അതായത് തീരദേശത്ത് കാണുന്ന, കടപ്പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന പക്ഷി, ആ പക്ഷികളെ കുറിച്ചുള്ള ഒരു സെൻസസ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗുജറാത്തിൽ നടക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ നിയുക്ത മറൈൻ നാഷണൽ പാർക്ക് ഏതാണ്? മറൈൻ നാഷണൽ പാർക്കും മറൈൻ സാങ്ച്വറി ജാംനഗർ. മറൈൻ നാഷണൽ പാർക്കും മറൈൻ സാങ്ച്വറി ജാംനഗറിൽ വെച്ചാണ് ഇന്ത്യയിലെ ആദ്യത്തെ തീരദേശ പക്ഷികളുടെ സെൻസസ് നടത്താൻ പോകുന്നത്. ജാംനഗർ ഗുജറാത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. എയർഫോഴ്സ്, റെയ്മണ്ട്സ്, അതുപോലെ തന്നെ വളരെ വികസിതമായിട്ടുള്ള ഒരു പ്രദേശമാണ് ജാംനഗർ. ജാംനഗറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡെസിഗ്നേറ്റഡ് മറൈൻ നാഷണൽ പാർക്ക് ഉള്ളത്. ഇതിനെ പറയുന്ന പേരാണ് മറൈൻ നാഷണൽ പാർക്ക് ആൻഡ് മറൈൻ സാങ്ച്വറി ജാംനഗർ. 2025 ജനുവരി 3 മുതൽ ജനുവരി 5 വരെ ഗുജറാത്തിലെ ഏത് സ്ഥലത്താണ് രാജ്യത്തെ ആദ്യത്തെ തീരദേശ പക്ഷികളുടെ സെൻസസ് നടന്നത്? മറൈൻ നാഷണൽ പാർക്കും മറൈൻ സാങ്ച്വറി ജാംനഗർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജാംനഗറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോസ്റ്റൽ ആൻഡ് വേർഡർ ബേർഡ്സ്. ഇത് നടന്ന ദിവസം എന്ന് പറഞ്ഞാൽ ജനുവരി 3 മുതൽ ജനുവരി 5 വരെയാണ്. ഇന്ന് ജനുവരി 4 തീയതിയാണ്. അപ്പൊ ജനുവരി 3 മുതൽ 5 വരെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദ ഫസ്റ്റ് എവർ സെൻസസ് ഓഫ് കോസ്റ്റൽ ആൻഡ് വേർഡർ ബേർഡ്സ്, ഇന്ത്യയിലെ ആദ്യത്തെ തീരദേശ പക്ഷികളുടെ സെൻസസ്. ഗുജറാത്തിലെ മറൈൻ നാഷണൽ പാർക്കും മറൈൻ സാങ്ച്വറിയും ഗുജറാത്തിലെ എത്ര ജില്ലകളിലും ദ്വീപുകളിലുമായി വ്യാപിച്ചു കിടക്കുന്നു? ജാംനഗർ, ദേവ്ഭൂമി ദ്വാരക, മോബി ആൻഡ് ഇൻക്ലൂഡ് 42 ഐലൻഡ്സ്. 42 ദ്വീപുകളും ജാംനഗർ, ദേവ്ഭൂമി ദ്വാരക, മോർബി എന്ന 3 ജില്ലകളിലായിട്ടാണ് ഗുജറാത്തിലെ മറൈൻ നാഷണൽ പാർക്കും മറൈൻ സാങ്ച്വറി ഇത് വ്യാപിച്ചു കിടക്കുന്നത്. അപ്പൊ ജാംനഗർ, ദേവ്ഭൂമി ദ്വാരക, മോബി എന്ന 3 ജില്ലകളും അതുപോലെ തന്നെ 42 ഐലൻഡിലാണ് മറൈൻ നാഷണൽ പാർക്കും മറൈൻ സാങ്ച്വറിയും. ഇവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദ ഫസ്റ്റ് എവർ സെൻസസ് ഓഫ് കോസ്റ്റൽ ആൻഡ് വേർഡർ ബേർഡ്സ്, അതായത് തീരദേശ പക്ഷികളുടെ ആദ്യത്തെ സെൻസസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, പ്രൈം മിനിസ്റ്റർ മോദി ടു ഇനോഗ്രേറ്റ് ഗ്രാമീൺ ഭാരത് മഹോത്സവ് 2025 ഇൻ ന്യൂഡൽഹി, ഫോക്കസ് ഓൺ എംപവറിംഗ് റൂറൽ ഇന്ത്യ. ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ഗ്രാമീണ ഭാരത് മഹോത്സവ് 2025 ഉദ്ഘാടനം ചെയ്യും. അപ്പൊ ഗ്രാമീണ ഭാരത് മഹോത്സവ് എന്ന കൺസെപ്റ്റ് ഇത് ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കുകയാണ്. ഇതിന്റെ ഉദ്ഘാടനം നടത്തുന്ന വ്യക്തിയാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഗ്രാമീണ ഭാരത് മഹോത്സവ് 2025 ജനുവരി 4 മുതൽ 2025 ജനുവരി 9 വരെ ഏത് സ്ഥലത്താണ് നടക്കുന്നത്? ന്യൂഡൽഹി. ഇപ്പൊ ന്യൂഡൽഹിയിലാണ് ഇന്ന്, അതായത് ജനുവരി 4 തീയതി ആരംഭിക്കുന്ന ഗ്രാമീണ ഭാരത് മഹോത്സവ്. ഈ ഒരു മഹോത്സവത്തിന്റെ പിന്നിൽ ആരാണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ്, DFSഉം ഒപ്പം തന്നെ നബാർഡ്. നബാർഡിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, നബാർഡും DFS, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ് ആണ് ഗ്രാമീൺ ഭാരത് മഹോത്സവത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻ. ഗ്രാമീണ ഭാരത് മഹോത്സവ് 2025 തീം എന്താണ്? വാട്ട് ഇസ് ദ തീം ഓഫ് ഗ്രാമീൺ ഭാരത് മഹോത്സവ്? ബിൽഡിംഗ് എ റെസിലിയന്റ് റൂറൽ ഇന്ത്യ ഫോർ എ വികസിത് ഭാരത് 2047. ഒരു വികസിത് ഭാരത് 2047 ഒരു പ്രതിരോധ ശേഷിയുള്ള ഗ്രാമീണ ഇന്ത്യ കെട്ടിപ്പടുക്കുക. റെസിലിയന്റ് റൂറൽ ഇന്ത്യ, അതായത് പ്രതിരോധ ശേഷിയുള്ള ഒരു ഗ്രാമത്തെ കെട്ടിപ്പടുക്കുക എന്നതാണ് ഗ്രാമീൺ ഭാരത് മഹോത്സവ് എന്ന ഈ ഒരു മഹോത്സവത്തിന്റെ
തീം. ഗ്രാമീൺ ഭാരത് മഹോത്സവത്തിന്റെ ലക്ഷ്യം എന്താണ്? ഗ്രാമീണ ഇന്ത്യയുടെ സംരംഭകത്വ മനോഭാവം, സാംസ്കാരിക പൈതൃകം ആഘോഷിക്കുക. ടു സെലിബ്രേറ്റ് ദ റൂറൽ ഇന്ത്യസ് ഓണ്ടർപ്രണർഷിപ്പ് സ്പിരിറ്റ്, അതായത് സംരംഭകത്തെ അതിനെ ആഘോഷിക്കുക എന്നതാണ് ഗ്രാമീൺ ഭാരത് മഹോത്സവത്തിന്റെ ലക്ഷ്യം. ഇന്ന് ആരംഭിക്കുന്ന ജനുവരി 4 തീയതി ആരംഭിക്കുന്ന ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു മഹോത്സവമാണ് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് നടക്കാൻ പോകുന്ന ഗ്രാമീൺ ഭാരത് മഹോത്സവ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ആണ്, അതായത് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഈ ഒരു മഹോത്സവം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ ഒനോസ്, ONOS എന്നറിയപ്പെടുന്ന വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ. ഇതൊരു പുതിയൊരു അറിവായിരിക്കാം. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ ഏത് തീയതിയിലാണ് വിദ്യാർത്ഥികൾക്കായി തുറന്നത്? 1 ജനുവരി 2024, 1 ജനുവരി 2025. ജനുവരി 1 തീയതി ആരംഭിച്ചിട്ടുള്ള ഒന്നാണ് വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ. അതായത് റിസർച്ച് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഇവയെല്ലാം നമുക്ക് ഒരുമിച്ച് കളക്ട് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ റിസർച്ചിന് വേണ്ടി അവർ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നാണ് വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ. ഇതിൽ ആർട്ടിക്കിൾസ്, ആഗോളതലത്തിലുള്ള എല്ലാ ആർട്ടിക്കിൾസും ഒരു സ്ഥലത്ത് ലഭിക്കുന്ന രീതിയിലുള്ള ഒന്നാക്കി മാറ്റിയിരിക്കുകയാണ് വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ എന്ന ഒരു പുതിയ ഒരു ആശയം. ഏത് തീയതിയിലാണ് കേന്ദ്രമന്ത്രിസഭ വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ അംഗീകാരം നൽകിയത്? നവംബർ 2024. നവംബർ 2024 കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുള്ള ഒന്നാണ് ഒനോസ് എന്ന് പറയുന്ന വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ. സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു പുതിയ സ്കീം ആണ്. ഇതിന്റെ ആരംഭം എന്ന് പറഞ്ഞാൽ ജനുവരി 1 തീയതിയാണ്. ഇന്ത്യയിലെ ഏത് സർക്കാർ വകുപ്പാണ് വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ ഒനോസ് പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നത്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന് കീഴിൽ വരുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ എന്ന ഈ ഒരു ആശയം. ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള, റിസർച്ച് നടത്തുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ആശയമാണ്. ഏത് സ്കീമിന് കീഴിലാണ് വിദ്യാർത്ഥികൾക്ക് ആഗോളതലത്തിൽ പ്രസിദ്ധീകരിക്കുന്ന കുറഞ്ഞത് 30 ഹൈ എൻഡ് അക്കാഡമിക് ജേർണൽസ് ആക്സസ് ചെയ്യാൻ കഴിയുക? വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ സ്കീം. അതായത് ഏറ്റവും കുറഞ്ഞത് ഇന്റർനാഷണൽ ലെവലിലുള്ള 30 ജേർണൽസ് കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒന്നായിരിക്കുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന് കീഴിൽ വന്നിട്ടുള്ള ഒന്ന്. അതായത് റിസർച്ച് ആയി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഏത് ലെവലിലും അവർക്ക് ആ റിസർച്ചിനെ പരിപോഷിപ്പിക്കുക, അവരെ സഹായിക്കുക, പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ചിട്ടുള്ള ഒന്നാണ് ഒനോസ് എന്ന് പറയുന്ന വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ. ഇന്നത്തെ മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ട്രോഫീസ് ആൻഡ് മാസ്കറ്റ് അൺവീൽഡ് ഫോർ ഇനോഗ്രൽ ഖോഖോ വേൾഡ് കപ്പ് ഇൻ ന്യൂഡൽഹി. ന്യൂഡൽഹിയിൽ നടക്കുന്ന ഉദ്ഘാടന ഖോഖോ ലോകകപ്പിനായി ട്രോഫികളും ചിഹ്നങ്ങളും അനാവരണം ചെയ്തു. ഇതൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഖോഖോ ലോകകപ്പിന്റെ ഔദ്യോഗിക ചിഹ്നങ്ങൾ എന്തൊക്കെയാണ്? തേജസ്സും താരയും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഖോഖോ ഇന്ത്യയുടെ തേജസ് ആൻഡ് താര എന്ന ചിഹ്നങ്ങൾ അനാവരണം ചെയ്തു. അൺവീൽഡ്. ഖോഖോ ഇന്ത്യ വേൾഡ് കപ്പ് നടക്കാൻ പോവുകയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഒരു ഖോഖോ ഇന്ത്യ വേൾഡ് കപ്പ് ആണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത്. 2025 ജനുവരി 13 മുതൽ ജനുവരി 19 വരെ ആദ്യത്തെ ഖോഖോ ലോകകപ്പ് 2025 എവിടെയാണ് നടക്കുന്നത്? ന്യൂഡൽഹി. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഖോഖോ ലോകകപ്പ് ഇത് നടക്കാൻ പോകുന്നത് ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്ന മത്സരമായിരിക്കുള്ളൂ ആദ്യത്തെ വേൾഡ് കപ്പ്, ഖോഖോ വേൾഡ് കപ്പ്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഖോഖോ ലോകകപ്പ് 2025 എത്ര രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്? 24 രാജ്യങ്ങൾ, 24 കൺട്രീസ് പങ്കെടുക്കുന്ന വലിയൊരു സ്പോർട്സ് മേളയായിരിക്കുള്ളൂ വരാൻ പോകുന്ന ഈ ദിവസങ്ങളിൽ. അതിൽ 21 മെൻസ് ടീമും 20 വിമൻസ് ടീം പങ്കെടുക്കുന്ന ഒരു മത്സരമാണ് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്ന ഈ ഒരു മത്സരം. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒന്നാണ് ഇത്. ഖോഖോ വേൾഡ് കപ്പ് 2025 പുരുഷന്മാരുടെയും ചാമ്പ്യൻഷിപ്പിനും വനിതാ ഇവന്റിനുമായി ഏത് 2 നിറങ്ങളുള്ള ട്രോഫികളാണ് അവതരിപ്പിക്കുക? ബ്ലൂ ട്രോഫി മെൻ, ഗ്രീൻ ട്രോഫി വുമൻ. ഖോഖോ ഇന്ത്യയുടെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒന്നെന്ന് പറഞ്ഞാൽ ഇതിൽ ട്രോഫികളിലെ മെൻസിനാണെങ്കിൽ ബ്ലൂ കളറിലെ ട്രോഫിയും അതുപോലെ തന്നെ വിമൻസിനാണെങ്കിൽ ഗ്രീൻ കളറിലെ ട്രോഫിയുമാണ്. ഇപ്പൊ മെൻസിന് ബ്ലൂ,
വിമൻസിനാണെങ്കിൽ ഗ്രീൻ. ഇത്തരത്തിലുള്ള 2 ടൈപ്പ് ട്രോഫീസ് ആണ് ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ഖോ വേൾഡ് കപ്പ് 2025 ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ആദ്യത്തെ ഖോ വേൾഡ് കപ്പ്. ഇത് നടക്കുന്നത് 13th January to 19th January ന്യൂഡൽഹിയിൽ വെച്ച്. ഇന്റർനാഷണൽ ലെവലുള്ള ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് പാകിസ്ഥാൻ ബിഗിൻ 2-year ടേം ആസ് നോൺ പെർമനന്റ് UNSC മെമ്പർ. UNSC സ്ഥിരമല്ലാത്ത അംഗമായി പാകിസ്ഥാൻ 2 വർഷത്തെ കാലാവധി ആരംഭിക്കുന്നു. യുണൈറ്റഡ് നേഷനുമായി ബന്ധപ്പെട്ടതും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 January 1 മുതൽ 2 വർഷത്തേക്ക് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ ലോകത്തിലെ ഏറ്റവും ഉന്നതമായ നയതന്ത്ര സ്ഥാപനത്തിൽ ജപ്പാന് പകരം ഏത് രാജ്യമാണ് സ്ഥാനം നൽകുന്നത്? പാകിസ്ഥാൻ. യുണൈറ്റഡ് നേഷന്റെ സെക്യൂരിറ്റി കൗൺസിലിലെ ജപ്പാന്റെ കാലാവധി കഴിയുകയാണ്. ഇതിന് പകരമായിട്ട് വരാൻ പോകുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ അത് പാകിസ്ഥാൻ ആണ്. പാകിസ്ഥാൻ ഈ കഴിഞ്ഞ January 1 2 വർഷത്തേക്ക് ആ ഒരു സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ അത് ഇന്ത്യക്ക് അത്ര സുഖമാകുന്ന രീതിയിലുള്ള ഒന്നായിരിക്കില്ല പാകിസ്ഥാന്റെ 2 years യുണൈറ്റഡ് നേഷന്റെ സെക്യൂരിറ്റി കൗൺസിലിലേക്ക് എത്തിയിട്ടുള്ള ഒന്ന്. ഐക്യരാഷ്ട്രസഭയിലെ പാകിസ്ഥാന്റെ അംബാസിഡറും സ്ഥിരം പ്രതിനിധിയും ആരാണ്? മുനീർ അക്രം. പാകിസ്ഥാന്റെ സ്ഥിരം അംബാസിഡറും UN റെപ്രസെന്റേറ്റീവ് ആണ് മുനീർ അക്രം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ആരാണ്? ഇന്ത്യയുടെ ആണെങ്കിൽ പർവ്വതനേനി ഹരീഷ് ആണ്. ദി പെർമനന്റ് റെപ്രസെന്റേറ്റീവ് ഓഫ് ഇന്ത്യ ടു ദി യുണൈറ്റഡ് നേഷൻ ഈസ് പർവ്വതനേനി ഹരീഷ്. UN ജനറൽ അസംബ്ലി 2 വർഷത്തേക്ക് എത്ര സ്ഥിരമില്ലാത്ത അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു? 10 members. പെർമനന്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആണ് ചൈന, ഫ്രാൻസ്, റഷ്യ, UK ആൻഡ് US. ഇതിൽ 5 പെർമനന്റും മറ്റു 10 പേർ നോൺ പെർമനന്റ് മെമ്പേഴ്സ് ആണത്. ഇതിലാണ് നോൺ പെർമനന്റ് മെമ്പേഴ്സിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ എത്തിയിട്ടുള്ളത്. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്നൊരു മാറ്റമുണ്ട്. JD's കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.